പ്രഖ്യാപനം 25-ാം ദിവസം നിലമ്പൂർ പോളിംഗ് ബൂത്തിലേക്കാണ്. താങ്കളാണോ VS ജോയിയാണോ സ്ഥാനാർത്ഥി എന്നാണ് ചോദ്യം. അല്ല, അത് എന്നോട് ചോദിക്കേണ്ട കാര്യമല്ല. നിങ്ങളത് ചോദിക്കേണ്ട നേതൃത്വത്തോടാണ് ചോദിക്കേണ്ടത്. അത് നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ UDF സ്ഥാനാർത്ഥിക്ക് വിജയിക്കാനുള്ള എല്ലാ മുന്നൊരുക്ക പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. ബൂത്ത് കമ്മിറ്റികൾ ഉണ്ടാക്കി, ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ചുമരെഴുത്തുകൾ വരെ സ്ഥാനാർത്ഥിയുടെ പേര് ഒഴിവാക്കി ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും. ഇതുപോലെ മുന്നൊരുക്ക പ്രവർത്തനം ഇതിന് മുൻപൊന്നും ഒരു ബൈ ഇലക്ഷനും നടത്താത്ത രൂപത്തിലുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടത് ഹൈക്കമാൻഡാണ്, UDF ആണ്. ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പ്രചരണവും ഒരുക്കങ്ങളും നടത്തിക്കഴിഞ്ഞു. വലിയ ഭൂരിപക്ഷത്തിന് നിലമ്പൂരിൽ ജയിക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും നിലനിൽക്കുന്നു. പേര് കൂടിയാണ് ഉയർന്നു കേൾക്കുന്നത്, അതുകൊണ്ട് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണല്ലേ? ഇല്ല, അങ്ങനെയല്ല. അതിപ്പം എൻ്റെ ആത്മവിശ്വാസമല്ലല്ലോ ഇത് തീരുമാനത്തിൻ്റെ കാര്യം. അത് പാർട്ടി തീരുമാനിക്കുന്ന, ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന, UDF തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥിയാവും ഇവിടെ മത്സരിക്കുക. ഓക്കെ, താങ്ക് യു. MLA രാജിവെച്ച ഒഴിവിലാണ് വീണ്ടും തെരഞ്ഞെടുപ്പ് വരുന്നത്. PV അൻവർ ഒരു ഫാക്ടറാണോ ശരിക്കും ഗുണകരമാവും? തീർച്ചയായിട്ടും PV അൻവർ ഒരു ഫാക്ടർ തന്നെയാണ്. PV അൻവർ പിന്നെ എൻ്റെ ഈ UDFനെ പിന്തുണക്കുന്നത് ഒരു വലിയ ഗുണം തന്നെ ഈ കാര്യത്തിൽ ചെയ്യും, ഒരു സംശയം. ഒരു രാജിവെച്ച അല്ലെങ്കിൽ ഇടതുവിട്ട സമയത്ത് VS ജോയിയാണോ സ്ഥാനാർത്ഥി എന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. പിന്നീട് അതൊക്കെ പാർട്ടി ഹൈക്കമാൻഡൊക്കെ തീരുമാനിക്കുന്ന കാര്യമാണ്. ഞാനത് പറഞ്ഞല്ലോ നിങ്ങളോട്. വീണ്ടും നിങ്ങളത് ചോദിക്കാനാണോ എൻ്റെ അടുത്ത് വന്ന്? അല്ലെങ്കിലും നിങ്ങൾ ആ ചോദ്യത്തിന് ശരിയല്ലല്ലോ. കാരണം സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടത് പാർട്ടിയല്ലേ, അല്ലെങ്കിൽ ഹൈക്കമാൻഡല്ലേ? ഏത് പാർട്ടിയാണെങ്കിലും പാർട്ടി തീരുമാനിക്കട്ടെ സ്ഥാനാർത്ഥി. കേട്ടോ, താങ്ക് യു. നിലമ്പൂർ തിരിച്ചു പിടിക്കും, ഒരു സംശയമില്ല. തിരിച്ചു പിടിക്കും, യാതൊരു സംശയവും കാര്യത്തിൽ. ഓക്കെ, താങ്ക് യു. അപ്പോൾ മോനെ, സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഹൈക്കമാൻഡാണ് നടത്തേണ്ടത്. ആ വിധത്തിൽ നടക്കട്ടെ. നിലമ്പൂർ തവണ UDF തിരിച്ചു പിടിക്കും എന്ന പ്രതീക്ഷ ആണ് ആര്യാടൻ ഷൗക്കത്ത് പങ്കുവെക്കുന്നത്.